أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 126-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നാം ആ മന്ദിരത്തെ, അതായത് കഅബയെ, ജനങ്ങൾക്ക് സമ്മേളന കേന്ദ്രവും ഒരു സമാധാന സങ്കേതവുമാക്കുകയും ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനാ സ്ഥാനത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക എന്ന് നാം കൽപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭവും ഓർമ്മിക്കുക. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും നമിക്കുന്നവർക്കും സാഷ്ടാംഗം പ്രണമിക്കുന്നവർക്കുമായി എൻ്റെ മന്ദിരത്തെ നിങ്ങൾ ശുദ്ധമാക്കി വെക്കുക എന്ന് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം ആജ്ഞ നൽകുകയും ചെയ്തു. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, കഅബയുടെ വിശുദ്ധി, യഥാർത്ഥ ഭവനം, അതായത് കഅബയുടെ മറ്റൊരു പേരാണ് അൽ ബൈത്ത്. ഒരു സമ്പൂർണ്ണ ഭവനത്തിന് ഉണ്ടാകേണ്ട എല്ലാ സവിശേഷതകളും അതിൽ ഒത്തുചേർന്നിട്ടുള്ളതിനാലാണ് അതിനെ ഈ പേരിൽ വിളിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാളെക്കുറിച്ച് ഇതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനിൽ ഉണ്ടാകേണ്ട എല്ലാ നന്മകളും അവനിൽ ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ കഅബയാണ് യഥാർത്ഥ ഭവനം എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നു എന്ന സാരം. ഒരു വീടിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ്: സ്ഥിരമായ താമസസ്ഥലം, മോഷണത്തിൽ നിന്നും കൊള്ളയിൽ നിന്നുമുള്ള സംരക്ഷണം, സമാധാന കേന്ദ്രം, ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒത്തുചേരുന്ന ഇടം, സമ്പത്തും വിഭവങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഇടം. ഈ 5 സവിശേഷതകളും പരിഗണിച്ചാൽ കഅബയാണ് യഥാർത്ഥ വീട് എന്ന് മനസ്സിലാക്കാം. വലിയ കോട്ടകളും നഗരങ്ങളും തകർക്കപ്പെട്ടേക്കാം, എന്നാൽ കഅബക്ക് അള്ളാഹുവിൻ്റെ ശാശ്വതമായ സംരക്ഷണം ലഭിക്കുന്നു. അതിന് നേരെ കൈ ഉയർത്തുന്നവരുടെ കൈകൾ അള്ളാഹു നിശ്ചലമാക്കുന്നു. അബ്രഹയുടെ ചരിത്രം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. യമനിലെ ഗവർണറായിരുന്ന അബ്രഹ കഅബ തകർക്കാനും പകരം സൻആയിലെ ചർച്ച് സന്ദർശിക്കാൻ അറബികളെ നിർബന്ധിക്കാനും ആഗ്രഹിച്ചു. അവൻ മക്കയുടെ അടുത്തെത്തിയപ്പോൾ തൻ്റെ ഏക ലക്ഷ്യം കഅബ തകർക്കലാണെന്നും മക്കക്കാരോട് ശത്രുതയില്ലെന്നും സന്ദേശമയച്ചു. മക്കക്കാരുടെ അന്നത്തെ നേതാവായ അബ്ദുൽ മുത്തലിബിനെ അദ്ദേഹം കണ്ടു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞങ്ങൾക്ക് അവനോട് യുദ്ധം ചെയ്യാനുള്ള കരുത്തില്ല. ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, അവൻ അത് സംരക്ഷിച്ചുകൊള്ളും. എനിക്ക് എൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു കിട്ടിയാൽ മതി. അബ്രഹ ആശ്ചര്യത്തോടെ ചോദിച്ചു, കഅബയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ലേ? അദ്ദേഹം മറുപടി നൽകി, ഞാൻ ഒട്ടകങ്ങളുടെ ഉടമയാണ്. ഈ വീടിന്, അതായത് കഅബക്ക് അതിൻ്റെ ഉടമയുണ്ട്. അവൻ അതിനെ സംരക്ഷിക്കും. താമസിയാതെ അബ്രഹയുടെ സൈന്യത്തിൽ വസൂരി പടർന്നു പിടിക്കുകയും അവർ നായ്ക്കളെ പോലെ ചത്തൊടുങ്ങുകയും ചെയ്തു. കഅബയുടെ ആത്മീയവും സാമൂഹികവുമായ വശങ്ങൾ: ഒന്ന്, അഭയസ്ഥാനം, ആമിന, അതായത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് അള്ളാഹു ഈ മണ്ണ് സംരക്ഷിച്ചു. കഅബ എക്കാലവും മുസ്ലിങ്ങളുടെ കൈവശം തന്നെയായിരുന്നു. മറ്റു പല മതകേന്ദ്രങ്ങളും കാലാന്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴും കഅബ സുരക്ഷിതമായി തുടർന്നു. മസാബത്തൽ ലിന്നാസ്, അതായത് ജനങ്ങളുടെ സംഗമസ്ഥലം. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും നിന്നുമുള്ള മനുഷ്യർ ഒത്തുചേരുന്ന കേന്ദ്രമാണിത്. ഇസ്ലാം ഒരു ആഗോള മതമാണെന്നും എല്ലാ വർഗക്കാരെയും ഗോത്രങ്ങളെയും അത് ഒന്നിപ്പിക്കുമെന്നുമുള്ള പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണിത്. മൂന്നാമതായിട്ട് മഖാമു ഇബ്രാഹിം. ഇതൊരു ശാരീരികമായ സ്ഥലം മാത്രമല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച ആത്മീയമായ ഉന്നതിയെയും സൂചിപ്പിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് നന്മകൾ പ്രവർത്തിക്കാൻ അള്ളാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നു. കഅബയുടെ ശുദ്ധീകരണം അള്ളാഹു ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും കൽപ്പിച്ചു. എൻ്റെ ഭവനത്തെ തവാഫ് ചെയ്യുന്നവർക്കും അവിടെ താമസിക്കുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും വേണ്ടി ശുദ്ധിയാക്കുക. ഈ ശുദ്ധീകരണം 2 തരത്തിലാണ്. ഒന്ന് ഭൗതിക ശുദ്ധി, മറ്റൊന്ന് ആത്മീയ ശുദ്ധി. ഭൗതിക ശുദ്ധി എന്ന് പറയുമ്പോൾ അഴുക്കുകളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നും പള്ളിയെ വൃത്തിയാക്കുക. ആത്മീയ ശുദ്ധി എന്ന് പറഞ്ഞാൽ അനാവശ്യ സംസാരങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുക. ചുരുക്കത്തിൽ കഅബ ലോകത്തിൻ്റെ സമാധാന കേന്ദ്രവും ഏകദൈവ വിശ്വാസത്തിൻ്റെ അടയാളവുമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്.